റേഞ്ചിൽ ആരായിരിക്കും ഹൈ റേഞ്ചിലേക്ക് പോവുക എന്ന് നമുക്ക് നോക്കാം. ഇടുക്കിയിൽ നിന്നും ജെയിൻ എസ് രാജു നൽകും വിവരങ്ങൾ. ജെയിൻ, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഡീന് വലിയ വിജയപ്രതീക്ഷ ഡീൻ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ തവണത്തെ 54% വോട്ട്, 1,71,000 ചില്ലുമാനം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. അത് വലിയ ഒരു മാർജിനാണ്. അപ്പോൾ അതിലൊരു കാര്യമായൊരു ഷിഫ്റ്റ് നല്ല രീതിയിൽ പ്രയത്നിച്ചാൽ മാത്രമേ ഉണ്ടാകൂ എന്നാണ് UDF ക്യാമ്പുകൾ ഇപ്പം വിലയിരുത്തുന്നത്. അതേസമയം 2014 ആവർത്തിക്കുമെന്ന് ഇന്നും പറയുന്നുണ്ട് ജോയ്സ് ജോർജും LDF നേതാക്കളും ഒക്കെ തന്നെ. അവിടെ ഒരുപാട് ജീവൽ പ്രശ്നങ്ങൾ നിൽക്കുന്ന, അതിനോട് മല്ലടിക്കുന്ന ഒരു ജനതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി രേഖപ്പെടുത്തിയത്. എന്താണ് ഇടുക്കിയുടെ പ്രത്യേകതകൾ രാഷ്ട്രീയമായി? അവകാശവാദങ്ങൾ എങ്ങനെ? തീർച്ചയായിട്ടും പ്രജീഷ്, ഇടുക്കിയെ സംബന്ധിച്ച് UDFന് എപ്പോഴും ഒരു മുൻതൂക്കമുള്ള മണ്ഡലമാണ്. മുൻകാല തിരഞ്ഞെടുപ്പ് ചരിത്രങ്ങളൊക്കെ അത്തരത്തിൽ ഉള്ളതാണ്. അപൂർവം ചില ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് വിജയിച്ച് കയറാൻ കഴിഞ്ഞ സമയമുള്ളത്. ഇത്തവണ അത്തരത്തിലൊരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ UDFനാണ് മുൻതൂക്കം എന്നാണ് വിലയിരുത്തുന്നത്. പക്ഷേ 2019 തെരഞ്ഞെടുപ്പുമായി ഇതിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് ഉള്ളത്. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ വലിയ ഭൂരിപക്ഷം എന്നുള്ളത് ഒരു സാധ്യതയില്ലാത്ത ഒരു കണക്കുകളാണ്. ഒരു പക്ഷേ ആ ഭൂരിപക്ഷം 1/3 കുറയാനുള്ള സാധ്യതയുണ്ട്. LDFനെ സംബന്ധിച്ച് ഈ ഇടുക്കി ജില്ലയുടെ അല്ലെങ്കിൽ ഇടുക്കിയെ 2 ഭാഗങ്ങളായി തിരിച്ചു വെച്ചുകൊണ്ട് വേണം ഈ 2 മുന്നണികളുടെയും വിജയം നമ്മൾ കണക്കാക്കാൻ. UDFനെ സംബന്ധിച്ച് ലോ റേഞ്ചിൽ, പ്രത്യേകിച്ച് കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ മണ്ഡലങ്ങളിൽ എല്ലാ കാലത്തും അവരോടൊപ്പം നിന്നിട്ടുണ്ട്. 2014 കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ ബഹളങ്ങൾ ഉണ്ടായപ്പോൾ പോലും, വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ പോലും ഈ 3 മണ്ഡലങ്ങൾ UDFനൊപ്പം നിന്ന മണ്ഡലങ്ങളാണ്. എന്നാൽ ഹൈറേഞ്ചിലെ മറ്റു മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്, ഇടുക്കി, ഈ 4 മണ്ഡലങ്ങൾ അത് പലപ്പോഴും അതിന്റെ രാഷ്ട്രീയ സ്വഭാവം വ്യത്യസ്തമാണ്. അത് പല ഘട്ടത്തിലും അതിന്റെ രാഷ്ട്രീയ ചായ്വ് മാറിയും മറിഞ്ഞും കാട്ടിയിട്ടുണ്ട്. പലപ്പോഴും ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊപ്പം ഉണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ വിജയം ഇടതുമുന്നണിക്ക് ആവർത്തിക്കാൻ കഴിയുകയും ലോ റേഞ്ചിലുള്ള 3 മണ്ഡലങ്ങളിൽ UDFന് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇടുക്കി ഒരുപക്ഷെ ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് പോലും പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ടാണ് അവസാന ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തുന്നത്. കാരണം ഈ തവണ പോളിംഗ് ശതമാനം വളരെ കുറവാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 10% പോളിംഗ് ശതമാനം കുറവാണ്. എങ്കിലും അപ്പോഴും രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ശരി, ജെയിനാണ് അവിടുത്തെ സ്പന്ദനങ്ങൾ വ്യക്തമാക്കിയത്. ഇത്തവണ പോളിംഗ് ശതമാനം നന്നേ കുറഞ്ഞു എന്നുള്ളത് കൂടി പല അവകാശവാദങ്ങളിലേക്കും LDFനെയൊക്കെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. എന്തായാലും പക്ഷേ ഉലയില്ല ഒരു തരത്തിലും എന്നാണ് ഡീനിന്റെയും ഒപ്പം UDFന്റെയും അവകാശവാദം. ഇനി നമുക്ക്